കൃഷ്ണകൃപാസാഗരം. ആദിയിൽ സത്തും അസത്തുമില്ലായിരുന്നു. സൂര്യചന്ദ്രന്മാരില്ലായിരുന്നു. ജനന മരണങ്ങളില്ലായിരുന്നു. നിർഗുണവും നിരുപാധികവുമായ ഒരു മഹാചൈതന്യബോധമായിരുന്നു ആദിപ്രപഞ്ചം. അതിൽ നിന്ന് സമസ്ത ചരാചര ജന്മത്തിൻ്റെ ആദിമ കാഹളം പോലെ നാദവിസ്ഫോടനം. നാദബ്രഹ്മത്തിൻ്റെ ഓങ്കാരനാദത്തിൻ്റെ മഹോദയം. നാദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് ജലം. പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചത്തിൻ്റെ വിശാലമായ ജലപ്പരപ്പിൽ ആദിഭഗവാൻ ആലിലയിൽ പള്ളികൊണ്ടു. പരമ്പൊരുളായ ഭഗവാനും ശക്തിസ്വരൂപിണിയായ മായാദേവിയും അനന്തരം ചരാചര പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾക്കായി ഒത്തുചേർന്നു. ആദ്യം മഹാവിഷ്ണു. മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ്. പിന്നെ ബ്രഹ്മപ്രജാപതിയുടെ ഭ്രൂമധ്യത്തിൽ നിന്ന് ശ്രീ പരമേശ്വരൻ. അരക്കെട്ടിൽ നിന്ന് അസുരന്മാർ, വദനത്തിൽ നിന്ന് ദേവന്മാർ, പിന്നെ പിതൃക്കൾ, മനുഷ്യർ, ഒപ്പം രാവും പകലും സന്ധ്യയും നിലാവും. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളാൽ വ്യഷ്ടിരൂപവും സമഷ്ടിരൂപവുമാർന്ന് ചരാചര പ്രപഞ്ചം വളർന്നു. സ്ഥിതിയുടെ മഹാമൂർത്തിയായ ഭഗവാൻ ക്ഷിതിയിൽ അധർമ്മങ്ങൾ അധികരിച്ചപ്പോഴൊക്കെ അവതാരങ്ങൾ കൈക്കൊണ്ടു. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന. സമസ്ത ലോകവന്ദിതം കൃഷ്ണാവതാരം. ആ സമ്പൂർണ്ണ അവതാരത്തിന് നിമിത്തമായി ഭവിച്ച അധർമ്മഭരിതമായ ഒരു കാലത്തിൻ്റെ കഥയിൽ കൃഷ്ണകൃപാസാഗര സമാരംഭം. കൃഷ്ണ 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 കൃഷ്ണകൃപാസാഗരം. കൃഷ്ണകൃപാസാഗരം. അതിൽ ഭക്തനൊരാന്തോളനം. കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ. നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കൃഷ്ണ. കൃഷ്ണ കൃഷ്ണകൃപാസാഗരം. നീരദ ശ്യാമളം കോമളം തനുവണിയുമൊരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോട് കാണണം. മനസ്സി ഗോപബാലനെ കേളിയാടിവന വേണുതിരസലാസ്യ ഭാവമൊടു രാസലീല തുടരൂ. കൃഷ്ണ
കൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിന്നുടി പീലിയും നന്നുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ 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 കൃപാസാഗരം കാളിയ മർദ്ദനം നർത്തനം യദുകുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീനകൂർമ്മ കിഴി നാരസിംഹവടു രാമ രാമ ബലരാമകൃഷ്ണന കൽക്കിയായി ദശരൂപമാർന്നതും വാസുദേവ മധുസൂദനായ നൃഹരേ കൃഷ്ണ കൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിന്നുടി പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ 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 കൃപാസാഗരം ഭഗവത് നാമം വിലക്കിയ നാട്ടിൽ ഭഗവത് കടാക്ഷം സംഭവിക്കില്ല എന്ന് കരുതുന്നുണ്ടോ? നമുക്ക് കാത്തിരിക്കാം ഗുരു, ഭൂമിയോളം ക്ഷമിച്ച് കാത്തിരിക്കാം. ഭഗവത് കൃപയാൽ മധുരാപുരി അനുഗ്രഹിക്കപ്പെടും വരെ. അതുവരെ ഗുരു അങ്ങുണ്ടാകണം, ഒപ്പം. അങ്ങയുടെ വാക്കുകൾക്ക് നാം കീഴടങ്ങുന്നു. യാത്ര പറയാനാണ് വിളിപ്പിച്ചത്. പക്ഷേ അങ്ങനെ കീഴടക്കിക്കളഞ്ഞു മഹാശയൻ. കുമാരന്മാരെ, ഞാൻ ഭയന്നാണ് ഇങ്ങോട്ട് വന്നത്. എന്തിന്? ഇത്തിരി ഭക്ഷണം എത്തിക്കാൻ. ഇതാ. വേണ്ട. നിങ്ങളൊരു രാജഭടനല്ലേ. നിങ്ങളുടെ ജോലി യജമാനെ അനുസരിക്കുക മാത്രം, ധിക്കരിക്കലല്ല. എന്നാലും കേട്ടപ്പോ സങ്കടം തോന്നി, അതാ. കാരുണ്യത്തിന് നന്ദി. അയ്യോ, അങ്ങനെ പറയരുത് കുമാരന്മാരെ. ഭഗവാനെ ഉറക്ക വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവനായി ഉള്ളവൻ. പക്ഷേ ഒക്കെ മനസ്സിലൊതുക്കി വയ്ക്കില്ല. അല്ലെങ്കിൽ തൊഴിൽ പോകും, തലയും പോകും. ഭടന്മാരിലുമുണ്ടല്ലോ ഭക്തർ എന്നതാശ്വാസം. മഹാത്മൻ ഭക്തിയുടെ ഉന്നതങ്ങളിലെത്തിയാൽ അങ്ങേക്കൊരു കാര്യം മനസ്സിലാകും. എല്ലാം നൽകുന്നതും തിരിച്ചെടുക്കുന്നതും സാക്ഷാൽ ഈശ്വരൻ മാത്രം. അപ്പോൾ ഒന്നിനെക്കുറിച്ചും ആശങ്കയുണ്ടാവില്ല. അടിയന് വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. നിങ്ങളുടെ കഥ കേട്ടപ്പോ സങ്കടം തോന്നി, അതാ വന്നത്. ഭഗവാൻ ഒന്നും നേദിക്കാൻ അനുമതിയില്ലാത്ത നാടാണിത്. ഭഗവാന്റെ ഭക്തർക്കെങ്കിലും ഒരു പിടി ചോറൂട്ടാമെന്ന് കരുതി. പൈതാഹങ്ങളൊന്നും ഞങ്ങളിപ്പോൾ അറിയുന്നില്ല. മർദ്ദനങ്ങളുടെ നോവ്, തടവറയിലെ ഏകാന്തത ഒന്നും അറിയുന്നില്ല. അറിയുന്നതൊന്നു മാത്രം, ഈശ്വര സാന്നിധ്യം. അതിനുമപ്പുറം എന്ത് വേണം? അങ്ങ് സന്തോഷമായി പോയാലും. ഈ തടവറയിൽ പിഞ്ചു പൈതങ്ങളായ നിങ്ങൾ. മഹാത്മൻ, എല്ലാ ബന്ധങ്ങളും മായയാണ്. മനുഷ്യർക്ക് ബന്ധിക്കാനേ കഴിയൂ. പക്ഷേ മോക്ഷമേകാൻ കഴിയുന്നത് ഭഗവാന് മാത്രം.
ഉം. നാരായണ നാരായണ. രാജാവായ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യുവരാജാവ് മഹാരാജാവായി. എതിർത്തോ നാം? ഇല്ല. എന്തുകൊണ്ട്? എന്നെങ്കിലും ഒരു നാൾ തെറ്റുകൾ മനസ്സിലാക്കി സ്വയം തിരുത്തും നമ്മുടെ പുത്രൻ എന്ന് കരുതി. ഇന്ന് നമുക്കൊന്നുറപ്പായി, അതൊക്കെ വ്യാമോഹം മാത്രമാണെന്ന്. നീചനും അധർമ്മിയുമായ പുത്രനോടുള്ള വാത്സല്യം ചോരാതെ കാത്തു സൂക്ഷിച്ച ഒരു പിതാവായിരുന്നു ഈ യുഗ്രസേനൻ ഇന്നോളം. പക്ഷേ അക്ഷന്തവ്യമായ നിന്ദാകർമ്മങ്ങളിലൂടെ അനുദിനം നമ്മുടെ പുത്രൻ നിബദിക്കുകയാണെന്ന് ഹംസ നമുക്കിന്ന് മനസ്സിലായി. നാമജപം വിലക്കാൻ ആരധികാരം തന്നു? കാഷായ വേഷത്തെ നിന്ദിക്കാൻ രാക്ഷസനോ? വേണ്ട. അന്ധകകുലത്തിൽ പിറന്ന ഒരു അന്ധനാണ് നമ്മുടെ പുത്രനെന്ന് നാം സമാധാനിച്ചുകൊള്ളാം. മതാന്ധൻ. അതിൽ കിടക്കുന്നു പിതാവേ വാക്കുകൾ. അതേ പിതാവിന്റെ ചലനങ്ങൾക്ക് പോലും അതിര് വരച്ചിട്ട നിനക്ക് നല്ല വാക്കിയതും അതിര് കടന്നുവെന്നേ തോന്നുന്നു. പറയൂ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സ്വഗൃഹത്തിൽ നമ്മെ കാരാഗ്രഹവാസിയാക്കിയത്? സിംഹാസനങ്ങൾ, കിരീടങ്ങൾ, ചെങ്കോലുകൾ ഇവകൾ ദാനം ചെയ്യപ്പെടുന്നില്ല ഒരിടത്തും. ഒന്നും കീഴ്പ്പെടുത്തിയും മാത്രമേ അത് നേടാനാവൂ. അതേ ചെയ്തുള്ളൂ ഈ കംസൻ. അങ്ങ് മരിച്ചു മണ്ണടിയുന്നതും കാത്ത് സിംഹാസനം കിനാവ് കണ്ട് തള്ളി നീക്കാനുള്ളതല്ല നമ്മുടെ യുവത്വം എന്ന് തോന്നി. കൊല്ലാതിരുന്നത് നമ്മുടെ കാരുണ്യം. തുറുങ്കിലും ഇട്ടില്ല. ഇപ്പോൾ അങ്ങേക്ക് ഗൃഹത്തിൽ സുഖജീവിതം. ഭാര്യമാർക്കും ഭോജയാദവ അന്തക പ്രമാണിമാർക്കും സന്ദർശിക്കാൻ അനുമതി. സുഖങ്ങൾ ഇത്രയും പോരെ പിതാവേ? വാർദ്ധക്യത്തിൽ ഔദാര്യമായി കിട്ടുന്ന സുഖങ്ങൾ അനുഭവിച്ച് നിശബ്ദം ഒതുങ്ങിക്കഴിഞ്ഞാൽ ആയുസ്സറ്റ് പോകും വരെ ജീവിക്കാം. എതിർത്താൽ, ഉപദേശങ്ങൾക്ക് വന്നാൽ വാൾമുന കൊണ്ട് മറുപടി പറയാനും മടിക്കില്ല കംസൻ. അറിയാം, പിതൃഹത്യയ്ക്ക് പോലും മടിക്കാത്തവനാണെന്നറിയാം. പക്ഷേ നമ്മുടെ സീമന്തപുത്രൻ അറിയാത്ത ഒരു കാര്യമുണ്ട്. ഭൂമുഖത്തു നിന്ന് ഒരച്ഛനെ തുടച്ചു മാറ്റാൻ ഏതൊരു മകനുമാകും. പക്ഷേ ഈശ്വരേച്ഛയ്ക്ക് വിലങ്ങുവെക്കാൻ ഒരു രാജാവിനോ ഒരു ചക്രവർത്തിക്കോ ആകില്ല. കഴിയും കംസൻ, അതും കഴിയും. കംസ മഹാരാജാവ് നീണാൾ വാഴട്ടെ. പ്രഭു, തടവറയിൽ കിടന്ന മുനികുമാരന്മാരെ കാണാനില്ല. എന്ത്? താക്കോൽ അടിയന്റെ പക്കൽ തന്നെയുണ്ട് പ്രഭു. താക്കോലില്ലാതെ താഴെ തുറക്കാതെ അവർ എങ്ങനെ പുറത്തു വന്നു? അറിയില്ല പ്രഭു, അറിയില്ല. അറിയില്ല. ജ്യേഷ്ഠ, അരുത്. ഈ പാവം ഭടൻ എന്തു പഴിച്ചു? ദേവകി പറഞ്ഞതുകൊണ്ട് മാത്രം നിനക്ക് ജീവൻ തിരിച്ചു കിട്ടി. വയ്ക്കോ. അടിയൻ. എങ്കിലും നമുക്കത് വിശ്വസിക്കാനാവുന്നില്ല. താക്കോലില്ലാതെ തടവറ തുറന്നവർ രക്ഷപ്പെടും. മകനെ കംസ, ഈ മഹാപ്രപഞ്ചത്തിന്റെ താക്കോൽ കൂട്ടം മുഴുവൻ കയ്യിലുള്ള ഒരാളുണ്ട്, ഭഗവാൻ നാരായണൻ. ദേവകി, ഒരുപക്ഷെ ജീവിതത്തിൽ ആദ്യമായാണ് കംസൻ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കർമ്മത്തിൽ നിന്ന് പിന്തിരിയുന്നത്. സ്ത്രീകളുടെ ഹിതാഹിതങ്ങൾ നോക്കാറില്ല കംസൻ, മാതാവായാലും പത്നിയായാലും. പക്ഷേ ദേവകി, നീ താതജ്യേഷ്ഠനായ ദേവകപുത്രി, സോദരീ തുല്യ. അല്ല, കംസന് നീ സോദരി തന്നെ. നിന്റെ ഹിതാഹിതങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടേതും. അധികാരത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പടക്കളത്തിലിറങ്ങിയവനാണ് കംസൻ. വിജയം
അതെന്ത് വില കൊടുത്തും വാങ്ങാൻ പോകുന്ന ശൗര്യവും സൂത്രബുദ്ധിയും നമുക്കുണ്ട്. അതുകൊണ്ട് പരാജയഭീതിയില്ല. പക്ഷേ കാലുകൾ ഇടറിപ്പോകാം. അതിനു മുമ്പ് സഫലമാക്കാൻ കംസനൊരു സുന്ദര സ്വപ്നമുണ്ട് സോദരി. അറിയുമോ? ഊഹിക്കാനാവുമോ നിനക്കത്? നിന്റെ പാണിഗ്രഹണം. ഇന്നേക്ക് ദ്വാദശി നാൾ. നാം അത് നിശ്ചയിച്ചുറപ്പിക്കുന്നു. വരൻ ഏത് സാമന്തരാജന് വേണമെങ്കിലും കംസന് വിലയ്ക്ക് വാങ്ങാമായിരുന്നു നിന്റെ വരനായി. പക്ഷേ നിന്റെ സൗമ്യഭാവങ്ങൾ കിണങ്ങുക രാജസഭാവങ്ങളുള്ള ഒരാളല്ല, സാത്വിക തേജസ്സാർന്ന ഒരാളാണെന്ന് നമുക്ക് തോന്നി. കണ്ടെത്തി അങ്ങനെ ഒരാളെ. പരമസാത്വികൻ, നിനക്കനുരൂപൻ, വിജ്ഞാനി, വിവേകശാലി. സ്വയംവര ഗാഥകൾ പാടുന്ന സൂതനെ പോലെ വിശേഷങ്ങളേറെ പറയുന്നില്ല. അറിയും നിനക്ക് ആ ധന്യാത്മാവിനെ. ശൂരസേന സുതനായ വസുദേവൻ. നിശ്ചയത്തിന് നാൾ കുറിച്ചപ്പോഴേ നീരാട്ടുകടവിൽ ഒറ്റയ്ക്കിരുന്ന് പാട്ടും തുടിയും. അപ്പൊ പിന്നെ പരിണയത്തിന് നാൾ കുറിച്ചാലോ? കൈരന്തിരിമാരിൽ ഒരാൾ ദൂരെ ഒരു തീർത്ഥക്കുളത്തിൽ നിന്ന് വിശേഷപ്പെട്ട താമരവള്ളികൾ കൊണ്ടുവന്നു. ഈ പൊയ്കയിൽ അത് വളർത്തിയാലോന്ന് ഓർത്തിരിക്കായിരുന്നു ഞാൻ. വേണ്ട വേണ്ട, കളവ് പറഞ്ഞ് ശീലിക്കേണ്ട ദേവി. മഹാസത്യവാദിയാ ആര്യവസുദേവർ. ലജ്ജിച്ചിട്ട് കാര്യമില്ല. ഏത് വധുവിനും തോന്നും ഈ വിധമൊക്കെ. മനസ്സിൽ അനുരാഗം നിറയുമ്പോ വെറും പൊയ്കകൾ താമര പൊയ്കകളായി മാറും. ഗ്രീഷ്മം വസന്തമാവും. സഖി, നിന്റെ വാക്കുകൾ ആലോചനാമൃതം. പക്ഷെ എന്റെ ആലോചനയിൽ ഇപ്പോൾ സഖി പറഞ്ഞ് അനുരാഗത്തിന്റെ നിറങ്ങളല്ല, വിരഹത്തിന്റെ നൊമ്പരങ്ങളാണ്. നിങ്ങളെയൊക്കെയും വേർപിരിയുന്നതിന്റെ നൊമ്പരം. മധുര നഗരിയെ, പുകഴ്പെറ്റ ഈ രാജമന്ദിരത്തെ, സ്വന്തം സോദരി തുല്യം സ്നേഹം ചൊരിയുന്ന ജ്യേഷ്ഠനെ, പിന്നെ രാജമന്ദിരത്തിലും ബന്ധിതനായി കഴിയാൻ വിധിക്കപ്പെട്ട ഉഗ്രസേന പിതാവിനെ.
പ്രഭോ, മഹാമഹിമശ്രീയാളും യദുകുലനാഥനായ ശൂരസേന മഹാരാജൻ അങ്ങയുടെ പുത്രനായ വസുദേവരാജന് കംസമഹാരാജാവിൻ്റെ ജ്യേഷ്ഠതാതനായ ദേവകരാജപുത്രിയെ പാണിഗ്രഹണം ചെയ്തു തരുന്നതിൽ അങ്ങേക്ക് സന്തോഷമല്ലേയുള്ളൂ മഹാത്മൻ? സന്തോഷം, നമുക്ക് സമ്മതം. ദേവകസഖേ, അങ്ങയുടെ പുത്രി ദേവകി നമ്മുടെ പുത്രന് അനുരൂപ തന്നെ. സർവഗുണസമ്പന്നയായ ആ സ്ത്രീരത്നത്തെ നമ്മുടെ പുത്രന് സമ്മാനിക്കാൻ തീരുമാനിച്ചതിൽ നാം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. കംസമഹാരാജൻ അങ്ങയുമായി ഈ വിധം ഒരു ബന്ധം സ്ഥാപിക്കാനായതിൽ സൂര്യവംശം ധന്യമായി. പൂജനീയ ശൂരസേന മഹാരാജൻ, ധന്യനായത് ഈ കംസനാണ്. നമ്മുടെ സോദരി സൗമ്യശീലയാണ്. അങ്ങയുടെ പുത്രൻ തന്നെയാണ് അനുരൂപൻ. ആകയാൽ ഈ വിവാഹബന്ധത്താൽ ഭോജകുലവും മധുരാപുരിയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ അപൂർവ സൗഭാഗ്യത്തിന് മുന്നിൽ വരദാനങ്ങൾ എത്ര കാഴ്ചവെച്ചാലും മതിയാവില്ലെന്നറിയാം. എങ്കിലും ദേവഗീതാതൻ ആചാരപ്രകാരം അതറിയിക്കട്ടെ. എല്ലാം കംസമഹാരാജാവിന്റെ കാരുണ്യം. സ്വർണം കൊണ്ട് അലങ്കരിച്ച ഗജവീരന്മാർ 400, അശ്വങ്ങൾ 1.5 ദശസഹസ്രം, സ്വർണമാല്യാദികൾ ഉടൽ മൂടുവോളം. മഹാശയനായ ശൂരസേന മഹാരാജൻ ഇവകൾ വരദാനമായി സ്വീകരിക്കുവാൻ ഈ ഉള്ളവന്റെ അപേക്ഷ. എല്ലാം രാജഹിതം പോലെ. ദേവകിയും വസുദേവരും തമ്മിലുള്ള പാണിഗ്രഹണ നിശ്ചയത്താൽ ഇന്ന് ഈ സഭ ധന്യമായി. യദുകുല ശിരോരത്നമായ ശൂരസേന മഹാരാജാവെ ജാതകച്ചാർത്ത് സ്വീകരിച്ചാലും. ദേവകരാജൻ അങ്ങിത് നൽകിയാലും. ആചാരപ്രകാരം പിതാവാണ് ജാതകച്ചാർത്ത് കൈമാറേണ്ടത്. പക്ഷേ പിതൃസ്ഥാനത്ത് നിന്ന് ദേവകീമംഗലം സാധ്യമാക്കുന്നത് കംസമഹാരാജാവല്ലേ? മഹാരാജൻ അങ്ങ് തന്നെ ഇത് ശൂരസേന രാജന് സമർപ്പിച്ചാലും. ആ, മന്ത്രി, ആജ്ഞാപിച്ചാലും പ്രഭു. ഈ മംഗളവിവരം പെരുമ്പറ കൊട്ടി നാട് നീളെ അറിയിക്കുക. ഇന്ന് തന്നെ. കൽപ്പന പോലെ.